നമസ്കാരം സുഹൃത്തുക്കളെ. ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ? ഏത് രാജ്യത്തിന്റെ അടുത്താണ് $20 ട്രില്യൺ കൂടുതൽ GDP ഉള്ളത്? ഏത് രാജ്യത്തിലെ കമ്പനികളാണ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ കമ്പനികൾ? ഏത് രാജ്യത്തിന്റെ സിനിമകളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്? ഏത് രാജ്യത്തിലാണ് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് വിജയിച്ചിട്ടുള്ളത്? ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ വിജയിച്ചിട്ടുള്ളത്? പിന്നെ ഏത് രാജ്യത്തിന്റെ മിലിറ്ററിയാണ് ഏറ്റവും ശക്തമായ മിലിറ്ററി? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഒന്നാണ്: അമേരിക്ക, അമേരിക്ക, അമേരിക്ക. ചോദ്യം ഇതാണ്: USA ലോകത്തിലെ സൂപ്പർ പവർ എങ്ങനെയായി? അവർ അങ്ങനെ എന്താണ് ചെയ്തത് സൂപ്പർ പവർ ആയി മാറാൻ വേണ്ടി മാത്രം? ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം സുഹൃത്തുക്കളെ. ഈ ചാർട്ടിൽ കഴിഞ്ഞ 2000 വർഷത്തിന്റെ ഐതിഹ്യമാണ് കാണിക്കുന്നത്. ലോക GDP രാഷ്ട്രങ്ങളുടെ സംഭാവന എത്രയെന്ന് നമുക്ക് കാണാം. 1800 മുമ്പ് ഇന്ത്യയും ചൈനയും ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിരുന്നു. ലോകത്തിലെ ട്രേഡും ആക്ടിവിറ്റീസും ഇന്ത്യയെയും ചൈനയെയും ചുറ്റിപ്പറ്റിയാണ് നടന്നിരുന്നത്. 1800 വർഷങ്ങളോളം അത് അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ 1900 ശേഷം കഴിഞ്ഞ 100 വർഷങ്ങളിൽ പെട്ടെന്ന് USA തന്റെ ആധിപത്യം സ്ഥാപിച്ചു. ലോക GDPയിലെ സിംഹഭാഗം നേടിയെടുത്തു. ഇതെങ്ങനെ സാധിച്ചു? നമുക്ക് കുറച്ച് വർഷം പുറകോട്ട് പോയി നോക്കാം. വർഷം 1492 ഇറ്റാലിയൻ എക്സ്പ്ലോറർ ക്രിസ്റ്റഫർ കൊളംബസ് നോർത്ത് അമേരിക്കയുടെ സമീപം കുറച്ച് കരീബിയൻ ഐലൻഡുകൾ കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് യൂറോപ്പിന് അമേരിക്കയെ കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അമേരിക്കയിൽ യൂറോപ്യൻസ് കോളനൈസേഷൻ തുടക്കം കുറിച്ചു. ഈ സമയത്ത് അമേരിക്കയിൽ റെഡ് ഇന്ത്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇവരെ നേറ്റീവ് അമേരിക്കൻസ് എന്നും വിളിച്ചിരുന്നു. വളരെയധികം വിവിധ തരത്തിലുള്ള ട്രൈബ്സ് ഉണ്ടായിരുന്നു. സ്പെയിൻ സൗത്ത് അമേരിക്കയുടെ ഭൂരിഭാഗ പ്രദേശങ്ങളെയും കോളനൈസ് ചെയ്തു. ഇവരെ ലാറ്റിൻ അമേരിക്കൻസ് എന്ന് വിളിക്കുന്നു. ഇക്കാരണത്തിലാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഭൂരിഭാഗവും സ്പാനിഷ് സംസാരിക്കുന്നത്. 1600 ബ്രിട്ടൻ തന്റെ ആദ്യ കോളനി അമേരിക്കയിൽ സ്ഥാപിച്ചു. ഫ്രാൻസും അമേരിക്കയെ കോളനൈസേഷൻ തുടങ്ങി. തുടക്കത്തിൽ ഈ 3 ശക്തികൾ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ നോർത്ത് അമേരിക്കയിൽ കോളനൈസേഷൻ തുടങ്ങി. തുടർ വർഷങ്ങളിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന നേറ്റീവ് അമേരിക്കൻസിന്റെ ജനസംഖ്യയിൽ 80% മുതൽ 90% വരെ കുറവുണ്ടായി. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ യൂറോപ്യൻ കോളനൈസർ കൊണ്ടുവന്ന രോഗങ്ങൾ, സ്മാൾ പോക്സ്, ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങളുടെ പ്രതിരോധ ശക്തി ഈ നേറ്റീവ് അമേരിക്കൻസിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 4 ജൂലൈ 1776 അമേരിക്കൻ റവല്യൂഷണറീസ് തങ്ങളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടനിൽ നിന്ന് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഒരു പുതിയ രാജ്യത്തിന്റെ ഉദയമായി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. വിട്ടിട്ട് നമ്മൾ 1850 ശേഷമുള്ളവ നോക്കാം. കാരണം ഈ ഗ്രാഫിൽ 1850 ശേഷമാണ് ഈ ഗ്രാഫിൽ വലിയ വളർച്ച കാണിക്കുന്നത്. അത് ഈ കാലമായിരുന്നു ബ്രിട്ടൻ, സ്പെയിൻ ആൻഡ് ഫ്രഞ്ച് കോളനൈസർ ലോകത്താകമാനം പല രാജ്യങ്ങളെ തങ്ങളുടെ കോളനികൾ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഇന്ത്യയും ബ്രിട്ടന്റെ ഒരു കോളനി ആയിരുന്നു. ഈ സമയത്ത് USA ഒരു രാജ്യമായിരുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ഏതൊരു പുതിയ രാജ്യവും തീരുമാനിക്കും നമുക്ക് USA ചേരണമോ അതോ ഈ കോളനൈസർ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ അവരുടെ കോളനിയായി തുടരണമോ എന്ന്. ഏതൊരു രാജ്യവും US ചേരാനാണ് ആഗ്രഹിക്കുകയുള്ളൂ. കാരണം അവർക്ക് അതിൽ ഫ്രീഡവും ഡെമോക്രസിയും കിട്ടും. ഈ കാരണത്താലാണ് ഫ്ലോറിഡ, ഇലിനോയ്സ് ആൻഡ് ഒഹിയോ പോലുള്ള സ്റ്റേറ്റുകൾ US ചേർന്നത്. 1836 ടെക്സസ് ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇത് മെക്സിക്കോയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അമേരിക്കയോട് ചേർന്നു. അങ്ങനെ ഓരോരോ സ്റ്റേറ്റുകൾ അമേരിക്കയോട് ചേർന്നുകൊണ്ടേയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വലുതായിക്കൊണ്ടേയിരുന്നു. ഓരോ സ്റ്റേറ്റും അമേരിക്കയോട് ചേരാൻ അവരുടേതായുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിരുന്നുവെങ്കിലും അവരുടെ ഇന്റൻഷനും ഇതായിരുന്നു: എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം തന്റെ വിസ്തൃതി വലുതാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അലാസ്ക അമേരിക്ക 1867 റഷ്യക്ക് $7.2 മില്യൺ കൊടുത്ത് വാങ്ങി. പസഫിക് ഓഷ്യന് നടുവിലുള്ള ഹവായ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. USA ഇത്രയും ദൂരമുള്ള സ്ഥലം എങ്ങനെയാണ് അമേരിക്കയുടെ ഭാഗമായത്? 1898 കിങ്ഡം ഓഫ് ഹവായിയെ ഓവർത്രോ ചെയ്ത് ഹവായ് പിടിച്ചടക്കി. പറയാം USA ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ പോലെ ഒരു കോളനൈസർ അല്ലെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ USA സ്വഭാവം ഇത് തന്നെയായിരുന്നു.
പ്യൂട്ടോറിക്കോ, ഗോംസ് ആൻഡ് ഫിലിപ്പീൻസിന്റെ പ്രദേശങ്ങളും US പ്രസിഡന്റ് വില്യം മെക്കൻലി 1898 വില്യം മെക്കൻലി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അനക്സ് ചെയ്തു. $20 മില്യൺ കൊടുത്തു ഫിലിപ്പീനെ ചേർക്കാൻ. എന്നാൽ ഇന്ന് ഫിലിപ്പീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. എന്തെന്നാൽ 1948 ഫിലിപ്പീന് USA അടുത്ത് നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. 1900 USA ഒരു വലിയ രാജ്യമായി കഴിഞ്ഞിരുന്നു. വളരെയധികം ടെറിട്ടറീസ് USA ഭാഗമായിരുന്നു. പ്രദേശം എത്രത്തോളം വലുതാണോ അത്രത്തോളം എക്കോണമി വികസിക്കും, അതുമൂലം GDP. അതുകൊണ്ടാണ് ഈ ഗ്രാഫിൽ ലോകത്ത് 2 മഹായുദ്ധങ്ങൾ നടന്നു. ഈ യുദ്ധങ്ങൾ എവിടെയാണ് നടന്നത്? യൂറോപ്പിൽ. ഫ്രാൻസ്, ജർമ്മനി, UK, സ്പെയിൻ, ഇറ്റലി ഇവരെല്ലാം പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. USA-യും യുദ്ധത്തിൽ പങ്കുവഹിച്ചു. എന്നാൽ ആയുധങ്ങൾ വിറ്റ്. അമേരിക്കയുടെ മണ്ണിൽ യുദ്ധം ഉണ്ടായേയില്ല. ഒരുപാട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. എങ്കിലും സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വലിയ ലാഭമാണ് ഉണ്ടായത്. എങ്ങനെയെന്നല്ലേ? ഇത്രത്തോളം ആയുധങ്ങൾ അവർ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിറ്റ് വലിയ ലാഭമുണ്ടാക്കി. ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധമുണ്ടായപ്പോൾ തകരാൻ തുടങ്ങി. യൂറോപ്യൻ രാജ്യങ്ങളിൽ യുദ്ധമുണ്ടായപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ കറൻസി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൈസയെ സംരക്ഷിക്കാൻ വേണ്ടി $US വാങ്ങാൻ തുടങ്ങി. കാരണം $US ഒരു സ്റ്റേബിൾ കറൻസിയാണ്. USA ഒരു സ്റ്റേബിൾ കൺട്രിയാണ്. അതുകൊണ്ട് $ന്റെ വാല്യൂ കൂടി. 1944 വേൾഡ് വാറിന്റെ അവസാന ഘട്ടത്തിൽ 44 അലൈൻഡ് കൺട്രീസ് ഒരു തീരുമാനമെടുത്തു. തങ്ങളുടെ കറൻസി $മായി ലിങ്ക് ചെയ്യാൻ. $, ഗോൾഡുമായി ലിങ്ക് ആയിരുന്നു. ഒബ്വിയസ്ലി അലൈൻഡ് കൺട്രീസ് വേൾഡ് വാർ വിജയിക്കുകയും $, ഇന്റർനാഷണൽ കറൻസി ആവുകയും ചെയ്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് നേഷൻസ്, IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ള ഓർഗനൈസേഷൻ എല്ലാം സ്ഥാപനമായി. GATT, GATT, ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് 1947 23 രാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ചു. സാമ്പത്തിക വളർച്ചയെ മുൻനിർത്തി ഈ രാജ്യങ്ങൾ ഒരുമിച്ച് വ്യാപാര വ്യവസായത്തിലുള്ള തങ്ങളുടെ ഇടയിലുള്ള തടസ്സങ്ങൾ നീക്കാൻ തീരുമാനിച്ചു. സ്വദേശി വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറം ആഗോള വ്യാപാരത്തിന്റെ വികസനത്തെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. അത് പിന്നീട് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയി 1995 മാറി. 1950 ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും മഹാശക്തികളായി ഉദയം ചെയ്തു. ഇവർക്കിടയിൽ കോൾഡ് വാർ ആരംഭിച്ചു. ശീത സമരം ഒരു ഐഡിയോളജിക്കൽ വാറായിരുന്നു, കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും തമ്മിൽ. ഈ 2 രാജ്യങ്ങളും നേർക്കുനേർ യുദ്ധം ചെയ്യുന്നില്ല, പകരം പ്രോക്സി വാർ ചെയ്തു. പ്രോക്സി വാർ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഡയറക്റ്റ് യുദ്ധം ചെയ്യില്ല, പക്ഷേ മറ്റു രാജ്യങ്ങളിൽ പോയി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യും. ഏതെങ്കിലും രാജ്യത്ത് കമ്മ്യൂണിസം വളരുകയാണെന്ന് തോന്നിയാൽ USA പോയി അവിടുത്തെ സർക്കാരിനെ വീഴ്ത്തും. ചിലപ്പോൾ ഓപ്പോസിഷന് ഫണ്ടിങ് ചെയ്ത്, അല്ലെങ്കിൽ ടെററിസ്റ്റ് റെബൽ ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ് ചെയ്ത്. 1964 ബൊളീവിയൻ ട്രൂപ്പിൽ ചെഗുവേരെ അസാസിനേറ്റ് ചെയ്ത പോലെ, ഓപ്പറേഷൻ സൈക്ലോണിൽ താലിബാന് ഫണ്ടിങ് ചെയ്ത് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തെ തകർത്തതുപോലെ. അതുകൊണ്ട് ഇവിടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ വളരാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള കഥകൾ ബ്രസീൽ, ചിലി, കോങ്കോ, അർജന്റീന, ഇറാൻ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് തുടങ്ങി ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. ഇത്രയധികം ലോക രാജ്യങ്ങളുടെ ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇന്റർഫെയർ ചെയ്തുകൊണ്ട് ഒട്ടനവധി രാജ്യങ്ങൾ അമേരിക്കയുടെ ആശ്രിത രാജ്യമായി മാറി. ഇക്കാരണത്താൽ അമേരിക്ക കൂടുതൽ ശക്തി പ്രാപിച്ചു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് അമേരിക്കയ്ക്ക് 70 രാജ്യങ്ങളിലായി 800-ലധികം മിലിറ്ററി ബേസസ് ഉണ്ട്. കോൾഡ് വാർ സമയത്ത് ഇങ്ങനെയെല്ലാം ചെയ്യാൻ അമേരിക്കയ്ക്ക് കുറച്ചധികം പണം ചെലവഴിക്കേണ്ടി വന്നു സൈന്യത്തിന് മുകളിൽ. അതുകൊണ്ടാണ് അമേരിക്കൻ സൈന്യം ഇന്ന് ലോകത്ത് ഒന്നാമതായി നിലനിൽക്കുന്നത്. അത്ര നല്ല കാര്യമല്ല. വീഡിയോയുടെ അവസാനത്തിൽ പറയാം എന്തുകൊണ്ടാണെന്ന്. 1949 അമേരിക്ക സോവിയറ്റ് യൂണിയനെ പിടിച്ചുകെട്ടാൻ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് നാറ്റോ അലയൻസ് ഉണ്ടാക്കി. നാറ്റോ അലയൻസ് ഇന്നും നിലനിൽക്കുന്നു. ഇക്കാരണത്താൽ അമേരിക്ക വെസ്റ്റേൺ യൂറോപ്പിനോട് വളരെ സഹകരണത്തോടെ വർത്തിക്കുന്നു. അധികം യൂറോപ്യൻ കൺട്രീസും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് അമേരിക്ക വളരെ ശക്തമായി വളർന്നു വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മുഴുവൻ രാജ്യത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കുറേയധികം പ്രസിഡന്റുമാർ രാജ്യം ഭരിച്ചു. ഇതിൽ കുറച്ചുപേർ മിലിറ്ററി പവറിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. റൊണാൾഡ് റീഗൻ, റിച്ചാർഡ് നിക്സൺ, ജോർജ് ബുഷ്
ആൻഡ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ കുറച്ച് പ്രസിഡന്റുമാർ സമാധാന പ്രിയരായിരുന്നു. അൽ ഗോർ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്നു, റൂസ്വെൽറ്റ്, വുഡ്രോ വിൽസൺ, ജിമ്മി കാർട്ടർ, ബാരക് ഒബാമ. കാരണം രാജ്യം സാമ്പത്തികമായി ഒരുപാട് വളർന്നു. വുഡ്രോ വിൽസൺ ആണ് അമേരിക്കയെ വേൾഡ് വാർ 1 നിന്ന് അകറ്റി നിർത്തിയത്. 1917 അമേരിക്ക ഇടപെട്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചു. ലീഗ് ഓഫ് നാഷൻസ് സ്ഥാപിക്കാൻ വുഡ്രോ വിൽസൺ പ്രധാന പങ്ക് വഹിച്ചു. കോൾഡ് വാർ സമയത്ത് ലോകത്തിന്റെ ചിത്രം ഇങ്ങനെയായിരുന്നു. ഏതൊരു രാജ്യവും ഒന്നില്ലെങ്കിൽ അമേരിക്കൻ പക്ഷത്തായിരുന്നു, അല്ലെങ്കിൽ സോവിയറ്റ് പക്ഷത്ത്. അങ്ങനെ ഈ 2 രാജ്യങ്ങളും മഹാശക്തികളായി തീർന്നു. 1990 സോവിയറ്റ് യൂണിയൻ ശിഥിലമാക്കിയപ്പെട്ടപ്പോൾ ഒരേ ഒരു സൂപ്പർ പവർ നിലനിന്നു, USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ജിയോ പൊളിറ്റിക്കൽ കാരണങ്ങളാണ്. ഇവ കൂടാതെ ചില ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ട് അമേരിക്കയെ സൂപ്പർ പവർ ആക്കിയതിൽ. അമേരിക്കയുടെ ചില പോളിസികൾ. അമേരിക്ക എപ്പോഴും ന്യൂ ടാലന്റിനെ വെൽക്കം ചെയ്തിരുന്നു. ഇന്നും അങ്ങനെയാണ്. കൽപ്പന ചൗള, സുനിത വില്യംസ്, സത്യ നഡേല, എത്ര ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ പോയി വിജയം കൈവരിച്ചത്. ഇലോൺ മസ്ക്, ഒരു സൗത്ത് ആഫ്രിക്കക്കാരൻ, അമേരിക്കയിൽ വന്ന് പ്രമുഖനായി. അമേരിക്കയുടെ പൊളിറ്റിക്സും കൾച്ചറും ടാലന്റ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും ശക്തിശാലിയായ സൂപ്പർ പവർ ആയതിനു ശേഷവും ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് അമേരിക്കൻ സാധാരണക്കാരുടെ? അമേരിക്കയിൽ ഹോം ഓണർഷിപ്പ് വെറും 65.5%. 30% കൂടുതൽ ആളുകൾക്ക് സ്വന്തമായി വീടില്ല. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ അൺഈക്വൽ രാജ്യങ്ങളിൽ ഒന്നാണ്. ടോപ്പ് 1% ജനങ്ങൾ രാജ്യത്തിന്റെ 42.5% സമ്പത്തും കൈവയ്ക്കുന്നു. ഹെൽത്ത് കെയർ സിസ്റ്റം വളരെ ചിലവേറിയതും മോശവുമാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവരുടെ കോളേജ് ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുണ്ട്. കോളേജ് പഠനം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും കോടിക്കണക്കിന് രൂപയുടെ കടത്തിൽ മുങ്ങുന്നു അവർ. അമേരിക്കയിൽ ഒരു നല്ല ഗൺ ലോ ഇല്ല. 600-ൽ പരം കൂട്ട വെടിവെപ്പാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ളത്. ഇത്രയും പണം മിലിറ്ററിയിൽ ചെലവാക്കുന്നതിന് പകരം സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിൽ ചെലവാക്കിയാൽ സൂപ്പർ പവർ എന്നതിൽ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്. നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയേക്കാൾ എത്രയോ മുൻപന്തിയിലാണ് അവരുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ. പക്ഷേ ഈ രാജ്യങ്ങളെ ആരും സൂപ്പർ പവർ എന്ന് വിളിക്കില്ല. കാരണം അവരുടെ എക്കോണമി അത്ര മികച്ചതല്ല, മിലിറ്ററി അത്ര നല്ലതല്ല. എന്നാൽ ഈ നോർഡിക് കൺട്രീസിൽ ജീവിത നിലവാരം അമേരിക്കയോട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ വളരെ വലുതാണ്. ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് സൂപ്പർ പവർ ആകുന്നതിനേക്കാൾ നല്ലത് രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ജീവിത നിലവാരം കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ജയ് ഹിന്ദ്.